ഭർത്താവിന്റെ കുഞ്ഞാടല്ലയോ നീ? ഞാൻ തോമസിന്റെ മോ എബിയാണച്ചോ. കുഞ്ഞാട് എന്താ ഇന്ന് സ്കൂളിൽ പോവാത്തെ? കുഞ്ഞാട് തൊഴുത്തി കാണും. തള്ളാടിനോട് പോയി ചോദിക്കച്ചോ. നീ എന്താ ഇന്ന് പോവാത്തതെന്ന്? ഭയങ്കര തലവേദന അച്ചോ. വയറ്റിലോ? അല്ല, തലയില് കാല്. നിനക്ക് ആരാവാനാ ഇഷ്ടം? ഫാദർ. എന്നെ പോലെ ആവാനാണോ ഇഷ്ടം? അയ്യേ, ഇതല്ല, കൊച്ചിന്റെ ഫാദർ. ഞാൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. അന്ന് എനിക്കൊരു ഇരട്ട പേരുണ്ടായിരുന്നു. എന്താ? കഴിവുള്ളവരെ ഒരു ഇടം പേരിട്ട് വിളിക്കുമല്ലോ. കഴിവേറിന്നാണോ? ബുജി. അത് കടിയല്ലേ? എന്ത്? ബെജി. ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. ചാട്ടത്തിൽ ഞാനും ഫസ്റ്റാ. ട്രിപ്പിൾ ജമ്പ് ആണോ? അല്ല, മതിൽ ജമ്പ്. ഡിസിപ്ലിൻ തീരെയില്ല. അച്ഛൻ ഇങ്ങനത്തെ വാക്ക് പറയുമ്പോ തലയൊന്ന് ചരിച്ചു പിടിച്ച് പറഞ്ഞ ബാക്കിയുള്ളവർക്ക് നനയാതെ അവിടെ നിക്കാം. സുനാമി ആയത്. നീ പുക വലിക്കൂ? ഇല്ല, സിഗരറ്റ് വലിക്കും. അത് ശരീരത്തിന് ദോഷമാണ്. പിന്നെന്തിനാ അത് വിൽക്കുന്നത്? കുട്ടികളായ ഡിസിപ്ലിൻ വേണം. ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചെന്നില്ല, പിന്നെയാണ് ഞാൻ അത്. ഫോൺ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്താ? കിടിലൻ ഷൂ അല്ലേ? 990 രൂപയ്ക്ക് 2 പേര് ഷൂ കിട്ടും. കുഞ്ഞാടെ അച്ഛനോട് നുണ പറയാൻ പാടില്ല. നുണയല്ലോ. കേരള കിക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ 990 രൂപയ്ക്ക് 2 പേര് ഷൂ കിട്ടും. ഈ പേജ് ഒന്ന് കയറി നോക്ക്. ഈ ഓഫറിന് കിട്ടുന്നത് പ്രീമിയം ഷൂസ് ആണ്. അച്ഛന്റെ കണ്ണ് തള്ളി പോവും. ആ, ഇന്ന് തന്നെ ഒന്ന് വാങ്ങണം. നീ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ടോ? ഇല്ല. നാട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ അറിയും? അമ്മ അയൽക്കൂട്ടത്തിനും കുടുംബശ്രീയിലും ഒക്കെ പോകുന്നുണ്ട്. അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അച്ഛന്റെ കാര്യം എന്നോടാണ് ചോദിക്കുന്നത്. എടോ, തന്റെ അച്ഛന് സുഖമായിട്ടിരിക്കുന്നു. ഓ, സുഖം. പണിയൊക്കെ ഉണ്ടോ? പനി പിടിച്ചാ പിന്നെ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്. ജോലിയൊക്കെ ഉണ്ടോന്ന്? നീ മദ്യപിക്കാറുണ്ടോ? ചെറുതായിട്ട്. നിനക്ക് ബ്രാൻഡ് ഇല്ലേ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ബ്രാൻഡ് ഇല്ലേന്ന്? ഞാൻ തന്നെ ഒരു ബ്രാൻഡ് അല്ലേ. നിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ലേ വരുന്നത്? ദൈവമേ, ചൊറിയാൻ. എന്നെ മനസ്സിലായോ? ചൊറിയൻ സാറ്. അല്ല, ചെറിയാൻ സാറ്. നിന്നെ തിരക്ക് പോലീസ് വന്നിട്ടുണ്ട്. എന്താ സാറേ പ്രശ്നം? എവന്റെ ഫിസിക്സ് സാറിനെ ഇവൻ 3ാമത്തെ ലൈൻ താഴെ തള്ളിയിട്ട്. ആണോടാ? അത് ഗുരുത്വാകർഷണം നോക്കാൻ വേണ്ടി ചെയ്തതാ. അപ്പൊ മെനങ്ങാൻ നീ സാറിന്റെ തലയിൽ ചക്ക വെട്ടിട്ടോ? ന്യൂട്ടൺ ആവോ എന്ന് നോക്കാൻ വേണ്ടി. വേറെ 2 മിനിറ്റോടെ റേഷൻ കട കത്തിച്ച മുതലായി നിൽക്കുന്നത്. തീപ്പെട്ടി കത്തിച്ചിട്ട് അണയ്ക്കാൻ വേണ്ടി വെള്ളത്തിയിട്ടതാ. ഞാൻ അറിഞ്ഞ മണ്ണെണ്ണ നിറച്ചു വെച്ചേക്കണം അവിടെ. ആ കടക്കാരെ ഇപ്പോഴും ഉണ്ടോ? പുള്ളിയുടെ 2 പല്ല് മാത്രം മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അതേ കിട്ടിയോളൂ.